അതേസമയം അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് താൽപ്പര്യം പ്രകടിപ്പിച്ചതായി വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ച ഡൊണാൾഡ് ട്രംപുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ എണ്ണ കൂടുതലായി വാങ്ങുന്നതിനെക്കുറിച്ച് ചൈനയുടെ പ്രതികരണം വന്നിട്ടില്ല. നമുക്കറിയാം, ഈ തീരുവ യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷം ചൈന അമേരിക്കൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും കേവലം 4% ചൈനയുടെ ഉപയോഗത്തിന് ആവശ്യമായ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ചൈന. പക്ഷേ ചൈനയുടെ ആവശ്യത്തിന് അനുസൃതമായതിൻ്റെ 4% മാത്രമാണ് ഇപ്പോൾ ചൈന അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിനോദ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചൈനയുടെ US നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം 3,95,000 ബാരലായി ഉയർന്നിരുന്നു. ഇത് കേവലം 4% മാത്രമാണ്. ട്രംപ് ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം അത് കുറയ്ക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു, ഓയിൽ ഇറക്കുമതി അടക്കം. ഇത് കൂട്ടുക എന്നുള്ളത് ട്രംപിൻ്റെ ഈ ചൈനീസ് സന്ദർശനത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. 2023 ശേഷം തീരെ ഈ സഹകരണം ഇല്ലാത്തൊരു നിലയിലേക്ക് ചൈനയും അമേരിക്കയും മാറിയിരുന്നു, പ്രത്യേകിച്ച് എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ. അവിടെയാണ് ഈ മാറ്റം വരുന്നത്. അവിടെയാണ് രഞ്ജിത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഒന്നുകൂടി ഒരു ഊന്നൽ നൽകുന്നത്. തായ്വാന് മേൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഇടപെടൽ, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സഹായം, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ചൈന തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് കൂടുതൽ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കം. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ തീരുവ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് ചൈനയെ ട്രംപ് വിശേഷിപ്പിച്ചത് ഇരുണ്ട ശക്തി എന്നാണ്. ഇരുണ്ട ശക്തിയുമായി ഇന്ത്യ സഖ്യത്തിൽ ചേരുന്നു എന്നാണ് അമേരിക്ക അന്ന് ചൈനയെ വിശേഷിപ്പിച്ചത്. അത്രയും വെറുപ്പോടുകൂടി അമേരിക്ക കണ്ടിരുന്ന ചൈന, ആ ചൈനയുമായിട്ടാണ് ഇപ്പോൾ 200 ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നു, എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടാൻ പോകുന്നു. അങ്ങനെ അമേരിക്കയും ചൈനയും വലിയ തോതിൽ വ്യാപാര രംഗത്ത് കൈകോർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് ഈ തായ്വാന് ഭയമുള്ളത്. അമേരിക്ക പരിപൂർണമായി ചൈനയുടെ പക്ഷം ചേരുമോ എന്ന ആശങ്ക തായ്വാന് ഉണ്ടാകുന്നത് അവിടെയാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും വെനസ്വേല, നമുക്കറിയാം, വെനസ്വേലൻ എണ്ണ വാങ്ങണമെന്ന് ഇന്ത്യയോട് അമേരിക്ക നിർദ്ദേശിച്ചത്